നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഈജിപ്ത് ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മറികടന്നുകൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ മത്സരത്തിലെ വിജയികളെയാണ് അവർക്ക് റൗണ്ട് ഓഫ് 16ൽ നേരിടാനുള്ളത്. മത്സരം 1-1 സമനിലയായിരുന്നു. അതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയപ്പോൾ അവിടെ 2-4 ഈജിപ്ത് വിജയിച്ച് കയറുകയായിരുന്നു. ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ തൻ്റെ കിക്ക് മോസല പനേങ്കയിലൂടെയാണ് വലയിലേക്ക് എത്തിച്ചത്. വല്ലാത്തൊരു മനസാന്നിധ്യം നമ്മൾ എടുത്ത് പറയണം. ഇതിനു മുമ്പുള്ള 2 ഷൂട്ടൗട്ടുകളിൽ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ സല ഇതാ തൻ്റെ രാജ്യത്തിന് തന്നെ ഏറെ ആവശ്യമുള്ള സമയത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതേസമയം ഓസ്ട്രേലിയ അവസാന ഘട്ടത്തിൽ ഷൂട്ടൗട്ടിന് വേണ്ടി ഗോൾ കീപ്പറെ മാറ്റിയിരുന്നു. പക്ഷേ ഒറ്റ ഷോട്ട് പോലും സേവ് ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള ആ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഓസ്ട്രേലിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതോടെ AFCയിൽ നിന്നുള്ള എല്ലാ ടീമുകളും പുറത്തായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഈജിപ്തിനായിട്ട് ഒമർ മർമോഷും മോസലയും അഷൌറും സിക്കോയും ഒക്കെ ഒരുമിച്ചണിഞ്ഞിരുന്നു. മറുഭാഗത്ത് ഇറൻകുണ്ട, അതുപോലെ മെറ്റ്കാഫ്, വോൾപാറ്റോ തുടങ്ങിയവരെയൊക്കെ ആദ്യ 11 ഇറക്കിക്കൊണ്ടാണ് ഓസ്ട്രേലിയ കളി ആരംഭിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ഈജിപ്ത് ലീഡെടുക്കുന്ന കാഴ്ച 13ാമത്തെ മിനിറ്റിൽ അഷൌറിലൂടെ ഈജിപ്ത് ലീഡെടുത്തു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായൊരു ഗോളിനും മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 55ാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ വന്നതോടെ ഓസ്ട്രേലിയ 1-1 സമനില പിടിച്ചു. പക്ഷേ 90 മിനിറ്റ് കഴിയുമ്പോഴും ഇതേ സ്കോർ ലൈനിൽ തന്നെ നിന്നതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ടൈമും കടന്ന് ഷൂട്ടൗട്ടിലേക്ക് പോയി. ഷൂട്ടൗട്ടിലാണ് ഇങ്ങനെ 4-2 ഈജിപ്ത് വിജയിച്ച് കയറിയിരിക്കുന്നത്. സെബറും റബിയയും സലായും അബ്ദൽ മുഗൈദും ഈജിപ്തിന് വേണ്ടി പെനാൽറ്റി ഗോളാക്കി മാറ്റുകയായിരുന്നു. ഏതായാലും ഈജിപ്തിൻ്റെ അടുത്ത മത്സരം റൗണ്ട് ഓഫ് 16ൽ അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ മത്സരത്തിലെ വിജയികൾക്കെതിരെ ജൂലൈ 7 രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.